നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31 വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത നമുക്കറിയാം. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് US 25% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. റഷ്യയുമായുള്ള വ്യാപാരം തുടരുകയാണെങ്കിൽ അധിക പിഴ ചുമത്തുമെന്നും US പറയുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന US വിപണി ഏകദേശം 210 പോയിന്റ്സിന്റെ ഇടിവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ കൂടി നോക്കിയതിന് ശേഷം ഇന്ത്യയുടെ താരിഫുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് പൂർണ്ണമായി തന്നെ നോക്കാവുന്നതാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് മിക്സഡ് ആയിട്ടാണ് US മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഫെഡറൽ റിസർവിന്റെ പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഇന്നലെ അവസാനിച്ചു. നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. സെപ്റ്റംബറിലും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല എന്ന് ഫെഡറൽ ചെയർ ജെറോം പവൽ പറഞ്ഞതാണ് ഇന്നലെ ഡൗ ജോൺസും S&P 500ഉം ഇടിയാൻ കാരണമായത്. തൊഴിൽ വിപണി ശക്തമായി തുടരുന്നു. അതായത് ഇപ്പോഴും തൊഴിലില്ലായ്മ കുറവാണ്. പണപ്പെരുപ്പം ഇപ്പോഴും അല്പം ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇതൊക്കെയാണ് ഫെഡറൽ റിസർവ് പ്രധാനമായും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 1.5% ഇടിവിൽ, വിപ്രോ 1.79% ഇടിവിൽ, ICICI ബാങ്ക് 1.42% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.29% ഇടിഞ്ഞത്. ഏറ്റവും കൂടുതൽ ഇടിവുണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആയിരുന്നു. 4.47% ഇടിഞ്ഞു. ഇനി യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ $1,18,000 ട്രേഡ് ചെയ്യുന്നു. സ്പോട്ട് ഗോൾഡിൽ ഇന്നലെ 0.7% ഇടിവാണ് ഉണ്ടായത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 73,680 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി US ഏർപ്പെടുത്തിയ താരിഫ് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് തന്നെയാണ് നമുക്ക് നോക്കേണ്ടത്. അതിലേക്ക് വരാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്ത്യൻ ഇറക്കുമതികൾക്ക് US 25% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. ഈ ഒരു പ്രഖ്യാപനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇന്ത്യയുടെ ഉയർന്ന താരിഫുകൾ തന്നെയാണ്. കൂടാതെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൈനിക ഊർജ്ജ ബന്ധങ്ങളെക്കുറിച്ചും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നത് അധിക പിഴ ചുമത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇന്ത്യയെ ഇത് എത്തരത്തിലാണ് ബാധിക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇന്ത്യയുടെ കയറ്റുമതിയെ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ചെമ്മീൻ, അരി, കാപ്പി, പുകയില ഇവയൊക്കെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രത്യേകം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങളെയും ഈ താരിഫ് ബാധിക്കുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, സെർവറുകൾ എന്നിവ ഡ്യൂട്ടി ഫ്രീ ആണ്. അതിനെ ഈ താരിഫ് ബാധിക്കുന്നില്ല. ഇനി ഇതിനോടകം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നത് ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞു. US-ഉമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള BTA പ്രതിബദ്ധത ആവർത്തിക്കുന്നു. ഇനി യൂറോപ്യൻ യൂണിയനുമായൊക്കെ കണ്ടതുപോലെ തന്നെ US തുടക്കത്തിൽ താരിഫുകൾ വർദ്ധിപ്പിക്കും എന്നുള്ള ആശങ്ക വരുത്തിയെങ്കിലും പിന്നീട് അത് കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഇന്ത്യയുമായി വീണ്ടും ചർച്ചകൾ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറയാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു മുഖ്യമായ കാര്യം കൂടിയുള്ളത്, ബംഗ്ലാദേശ്, കംബോഡിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ ഇന്ത്യക്ക് ഒരു മുൻതൂക്കം താരിഫ് മൂലം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴതില്ല. ഇനി നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളും സെക്ടറുകളും നോക്കുകയാണെങ്കിൽ ഒന്ന് ഫാർമ സെക്ടറാണ്. ഏകദേശം 25% താരിഫാണ് ഫാർമ സെക്ടറിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സൺ ഫാർമ, ലൂപ്പിൻ, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ സ്റ്റോക്കുകൾ നമ്മളൊന്ന് ഫോക്കസിൽ വെക്കേണ്ടതാണ്. ഡോക്ടർ റെഡ്ഡി കഴിഞ്ഞ ADRൽ ഏകദേശം 4% ഇടിവുണ്ടാക്കിയിരുന്നു. ഇനി ജെംസ് ആൻഡ് ജ്വല്ലറി സെഗ്മെന്റിൽ രാജേഷ് എക്സ്പോർട്സ്, ടൈറ്റൻ, കല്യാൺ ജ്വല്ലേഴ്സ് എന്നിവ ഫോക്കസിൽ വെക്കാവുന്നതാണ്. ടെക്സ്റ്റൈൽ മേഖലയിൽ വെൽപ്സ് ആൻഡ് ലിവിംഗ്, അരവിന്ദ്, അലോക് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളും ഫോക്കസിൽ വെക്കാവുന്നതാണ്. നെഗറ്റീവ് ഇമ്പാക്റ്റിനുള്ള സാധ്യതകളാണുള്ളത്. നമ്മൾ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് പറഞ്ഞത്. ഇതൊരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ടുകളിലേക്കൊന്ന് വരാം. ആദ്യം ടാറ്റ സ്റ്റീൽസ് നെറ്റ് പ്രോഫിറ്റിൽ 118.5% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 2007.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് പുറത്തു വന്നത്. റവന്യൂവിൽ 2.9% ഇടിവും എബിറ്റഡയിൽ 11% വർധനവുമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. അടുത്ത മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 24.4% വർധനവ് രേഖപ്പെടുത്തി. 4083.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.8% വർധനവ് രേഖപ്പെടുത്തി. 45,435.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ഇന്റർ ഗ്ലോബ് ഏവിയേഷനാണ്. നെറ്റ് പ്രോഫിറ്റിൽ 20.2% വർധനവ് രേഖപ്പെടുത്തി. 2176.3 കോടി രൂപയിലാണ്
പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.7% വർധനവ് രേഖപ്പെടുത്തി. മറ്റൊരു സ്റ്റോക്ക് IIFL ഫിനാൻസ് ആണ്. 19% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 233.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.7% വർധനവും രേഖപ്പെടുത്തി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് പറയാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരുതി സുസുക്കി, കോൾ ഇന്ത്യ, ഐഷർ മോട്ടോഴ്സ്, സൺ ഫാർമസ്യൂട്ടിക്കൽസ്, അദാനി എന്റർപ്രൈസസ്, അംബുജ സിമന്റ്സ്, സ്വിഗ്ഗി, PB ഫിൻടെക്, വൺ മൊബിക്വിക് സിസ്റ്റംസ്, TVS മോട്ടോഴ്സ്, വേദാന്ത, ആർത്തി ഇൻഡസ്ട്രീസ്, ചാലറ്റ് ഹോട്ടൽസ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെന്റ്, ഡാബർ ഇന്ത്യ, ഇമാമി, ഇക്ര, JSW എനർജി, ഡോക്ടർ ലാൽപത് ലാബ്സ്, മാൻകൈൻ ഫാർമ, RR കേബിൾ, ടീംലി സർവീസസ്, തെർമാക്സ് തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ബിഗിനേഴ്സിനായിട്ടുള്ള ഈ ബേസിക് കോഴ്സിൽ മാസത്തിൽ 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. മാർക്കറ്റ് ഇത്തരത്തിൽ നല്ല വോളറ്റൈൽ ആയിട്ടുള്ള ഈ ഒരു സാഹചര്യങ്ങളിൽ പ്രത്യേകം കോഷ്യസായി മാത്രം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം മാർക്കറ്റിൽ കൂടുതൽ എൻട്രികൾ എടുക്കാൻ ശ്രമിക്കുക. ഈ ബേസിക് കോഴ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ച് അങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. വൈകുന്നേരങ്ങളിലാണ് എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് സൗകര്യാർത്ഥം നിങ്ങളുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 850 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 1829 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സെല്ലിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി തന്നെയാണ് നോക്കേണ്ടത്. 24,673 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 181 പോയിന്റ്സ് ഇടിഞ്ഞ് 0.73% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം നിഫ്റ്റിയിൽ ഒരു 200 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.80% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.52% ഇടിവിൽ, ഹോങ്കോങ് മാർക്കറ്റ് 1.31% ഇടിവിൽ, ചൈനീസ് മാർക്കറ്റ് 0.50% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 24,855 34 പോയിന്റ്സ് ഉയർന്നാണ്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്ത്യക്ക് 25% താരിഫ് US ഏർപ്പെടുത്തിയിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 200-ലേറെ പോയിന്റ്സ് ആണ് ഇന്നലെ ഇടിഞ്ഞത്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 24,600 650 സോണിലൊക്കെയാണ്. നിഫ്റ്റിയിൽ ഒരു അപ്പ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഒരു ഫോൾ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ക്യാൻഡിലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സിംഗ് ലൈൻ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷനാണ് ഫോം ആയിരിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ആരംഭിച്ചത്. അതിനുശേഷം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു 50% ബോഡിയേക്കാൾ അതിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സിംഗ് ലൈൻ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നലെയും ഒരു റെഡ് ക്യാൻഡിൽ ആയിരുന്നെങ്കിലും പ്രീവിയസ് ക്യാൻഡിലിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെച്ചിരുന്നു. ഏതായാലും ഇനി നമുക്ക് വരും ദിവസങ്ങളിലെ ക്യാൻഡിലുകൾ പരിശോധിച്ചതിന് ശേഷം നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വിലയിരുത്താം. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഇന്നലെ വൈകുന്നേരം 3:30 സമയത്തുള്ളതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എല്ലാം കോൾ സൈഡിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഏതായാലും ഇന്നലത്തെ ഡാറ്റ ഒന്ന് പരിശോധിക്കാം. 24,800 സ്ട്രൈക്കിൽ 27% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 33% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. 24,750 സ്ട്രൈക്കിൽ 31% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 45% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 24,850 സ്ട്രൈക്കിൽ 185% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 35% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,900-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,151 71 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെയും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഫോൾ വരികയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ് ഫോക്കസ് ചെയ്യാൻ കഴിയുക. ഇനി ഒരു പക്ഷേ ഒരു അപ്പ് മൂവ് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് അപ്പ് സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ.
ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകൾ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിലെ നമ്മൾ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നൽകാറുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.